എയർ ഇന്ത്യ വിമാനവുമായി ബന്ധപ്പെട്ടാണ്. സാൻ ഫ്രാൻസിസ്കോ മുംബൈ എയർ ഇന്ത്യ വിമാനത്തിന് സാങ്കേതിക തകരാറെന്ന് വാർത്തയെത്തുന്നു. കൊൽക്കത്ത വിമാനത്താവളത്തിൽ ഇറങ്ങിയ വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ മാറ്റുകയും ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ സിബി നമ്മളോടൊപ്പം ചേരുകയാണ്. സിബി, ഗുഡ് മോർണിംഗ്. മറ്റൊരു ആശങ്കയുടെ വാർത്തയാണ് ഇപ്പോൾ എത്തിയത്. എയർ ഇന്ത്യ വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായിരിക്കുന്നു, കൊൽക്കത്ത വിമാനത്താവളത്തിൽ ഇറക്കിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചത്? ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ടോ? മനു, ഗുഡ് മോർണിംഗ്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇപ്പോൾ ഈ ഒരു അഹമ്മദാബാദ് വിമാനാപകടത്തിന് പശ്ചാത്തലത്തിൽ ഇത്തരം വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടി വരികയാണ്. ഇന്നിപ്പോൾ എയർ ഇന്ത്യയുടെ മറ്റൊരു വിമാനം കൂടി സാങ്കേതിക തകരാർ സംഭവിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്നിപ്പോൾ രാവിലെ റിപ്പോർട്ട് ചെയ്യുന്നത്. സാൻ ഫ്രാൻസിസ്കോ നിന്ന് കൊൽക്കത്ത വഴി മുംബൈയിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം, അത് ഈ ബോയിങ് 777 ശ്രേണിയിൽപ്പെട്ട വിമാനമാണ്. ഈ വിമാനം കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്തിരുന്നു. ഇന്നലെ അർദ്ധരാത്രി 12:45 ഇന്ന് രാത്രി ലാൻഡ് ചെയ്തത്. അതിനുശേഷം 2 മണിയോടെ മുംബൈയിലേക്ക് തിരിക്കേണ്ടതായിരുന്നു. പക്ഷേ അതിനു മുമ്പ് ഈ ഈ വിമാനത്തിൻ്റെ ഇടത് എഞ്ചിനിൽ തകരാർ കണ്ടെത്തുകയും പിന്നീട് പുലർച്ചെ 5 മണിയോടെ യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണ്. പക്ഷേ എയർ ഇന്ത്യയുടെ ഈ 2 എഞ്ചിനിൽ ഇടത് എഞ്ചിൻ ഭാഗത്ത് സാങ്കേതിക തകരാർ കണ്ടെത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കൊൽക്കത്തയിൽ ഈ സാൻ ഫ്രാൻസിസ്കോ എന്ന് വന്ന വിമാനം കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്തു. അതിനുശേഷമാണ് ഈ ഒരു സാങ്കേതിക തകരാർ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ വേറെ മറ്റൊരു ദുരന്തവും മറ്റൊരു പ്രശ്നമില്ലാതെ തന്നെ ആശങ്ക ഉയർത്തുന്ന സാഹചര്യം ഒഴിവായി. കാരണം വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായി എന്നതുകൊണ്ട്. പക്ഷേ തുടർച്ചയായി സാങ്കേതിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നില്ലേ? ഇപ്പോൾ എയർ ഇന്ത്യയുടെ വിമാനം എടുക്കാം. ഇന്നലെ ഹോങ്കോങ്ങിൽ നിന്ന് വന്ന വിമാനത്തിന് സാങ്കേതിക പ്രശ്നം ഉണ്ടാവുകയും അത് തിരിച്ചിറക്കുകയും ചെയ്യേണ്ടി വന്ന സാഹചര്യമില്ലേ? പരിശോധനകളൊന്നും നടത്താതെയാണോ ഇവരൊക്കെ ഈ വിമാനം പറപ്പിക്കുന്നത്? എയർ ഇന്ത്യ കൂടുതൽ അശ്രദ്ധമായ രീതിയിലാണോ കൈകാര്യം ചെയ്യുന്നത്? അങ്ങനെ ഒരു സംശയം വന്നാൽ നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനു, തീർച്ചയായും. കാരണം എയർ ഇന്ത്യയുടെ സർവീസിനെ കുറിച്ച് വ്യാപകമായ പരാതികൾ സോഷ്യൽ മീഡിയയുടെ യാത്രക്കാരും നിരവധി തവണ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കം അദ്ദേഹത്തിന് ഒരു തവണ എയർ ഇന്ത്യയിൽ പൊട്ടിയ സീറ്റാണ് ലഭിച്ചെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയ അടക്കം പങ്കുവയ്ക്കുകയും പിന്നീട് എയർ ഇന്ത്യ മാപ്പ് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരവധി പരാതികൾ യാത്രക്കാരിൽ നിന്നും നിരന്തരം ഉയരുന്ന പശ്ചാത്തലമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എയർ ഇന്ത്യയുടെ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വാർത്ത ഒരു വലിയ രീതിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒരു ചെറിയ വാർത്തയായി കോളം വാർത്തയായി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അത്തരത്തിൽ നിരവധി തവണ ഇത്തരത്തിൽ സാങ്കേതികമായ തകരാറുകളും മറ്റുമെല്ലാം തന്നെയും എയർ ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അഹമ്മദാബാദ് ദുരന്തത്തിന് ശേഷമാണ് ഇപ്പോൾ രണ്ടാമത്തെ സംഭവമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹോങ്കോങ്ങിൽ നിന്നും ദില്ലിയിലേക്ക് പറന്ന വിമാനം ഇത്തരത്തിൽ സാങ്കേതിക തകരാർ കണ്ടെത്തുന്ന തിരിച്ചിറക്കി. ഇന്നിപ്പോൾ കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്ത ഈ എയർ ഇന്ത്യയുടെ, അതും ബോയിങ് ശ്രേണിയിൽപ്പെട്ട വിമാനം, അത് വീണ്ടും ഈ ഇടത് എഞ്ചിനിൽ തകരാർ സംഭവിച്ചത് തുടർന്ന് വീണ്ടും യാത്രക്കാരെ ഇറക്കിക്കൊണ്ട് സുരക്ഷിതമായി ഇറക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും എയർ ഇന്ത്യയിൽ നിന്നും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ നിരവധി സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് ബോയിങ് വിമാനങ്ങൾ, ഈ ബോയിങ് വിമാനങ്ങൾ ഏകദേശം 47ഓളം ബോയിങ് വിമാനമാണ് ഇന്ത്യയിലുള്ളത്. അതിൽ 44 ബോയിങ് വിമാനവും എയർ ഇന്ത്യ തന്നെയാണ്. ബാക്കി 3 മാത്രമാണ് ഇൻഡിഗോയ്ക്കുള്ളത്. എന്തായാലും ഈ എല്ലാ ബോയിങ് വിമാനങ്ങളുടെയും പരിശോധന കർശനമാക്കാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇത് പ്രകാരം എല്ലാ ബോയിങ് വിമാനങ്ങളും വീണ്ടും പരിശോധനയും മറ്റുമല്ലാതെ അതിൻ്റെ എഞ്ചിൻ ഭാഗമെല്ലാം നിലയും കൃത്യമായി പരിശോധിച്ച് വരികയാണ്. ഇതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുള്ളതാണ് ഏറ്റവും ആശങ്കകരമായ കാര്യം. സ്വാഭാവികമായി ഇതൊരു നിസ്സാരമായ കാര്യമല്ല, അത് ഏറ്റവും വലിയ ആശങ്കകരമായ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് എയർ ഇന്ത്യ, നമുക്കറിയാം കേന്ദ്ര സർക്കാരൊക്കെ ഏറ്റവും സുരക്ഷിതമായ യാത്ര എയർ ഇന്ത്യക്ക് നൽകാൻ കഴിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇതിനെ എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായത്. പിന്നീട് ടാറ്റ ഗ്രൂപ്പ് ഇത് ഏറ്റെടുത്ത ശേഷം വലിയ രീതിയിൽ ഈ ഒരു സുരക്ഷയിലെല്ലാം തന്നെ ഉറപ്പുണ്ടാകുമെന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അത് തീർത്തും അതിന് നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകുന്നത്. മാത്രമല്ല യാത്രക്കാരുടെ ജീവന ഭീഷണി വരുന്ന രീതിയിൽ വലിയ ആശങ്ക ഈ ഒരു ആകാശയാത്രയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമായും അത് ഏറെ ചിന്തിക്കേണ്ടതും അതോടൊപ്പം തന്നെ ഏറെ പരിഹരിക്കേണ്ട വിഷയം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നടപടി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു ആഭ്യന്തര അന്വേഷണം തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടെ കൊൽക്കത്തയിൽ ഈ ലാൻഡ് ചെയ്ത ശേഷമാണ് ഈ സാങ്കേതികമായി തകരാർ കണ്ടെത്തിയത്. ഈ യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണ്. അവരെ പുലർച്ചെ 2 മണിക്ക് അവർ മുംബൈയിലേക്ക് പോകേണ്ടായിരുന്നു. പിന്നീട് അവരെ 5 മണിയോടെ തിരിച്ച് ഈ കൊൽക്കത്തയിൽ തന്നെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ സാങ്കേതികമായ വശങ്ങളെല്ലാം തന്നെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മനു.